നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. പ്രാദേശികമായ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് അന്തർദേശീയ കാര്യത്തിൽ കിടക്കാം. അത് മറ്റൊന്നുമില്ല, അതിന് മലപ്പുറം ഉൾപ്പെടെ മലബാർ മേഖലയിലേക്ക് ഈ വരുന്ന +2 അഡ്മിഷൻ 1,00,000-ഓളം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതെ കഷ്ടപ്പെടുന്നു എന്നുള്ള വാർത്ത. ഇവിടെ മുസ്ലിം ലീഗ് ആളുകൾ ഭരണത്തിൽ 67% അവർ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിമാരായിട്ട് ഭരിച്ചിട്ടുണ്ട്. UDF LDF ഒക്കെ ഭരിച്ചിട്ടുണ്ട്. എന്നാൽ മലബാറിനോടൊരു അവഗണന മൊത്തത്തിൽ, ഇന്ത്യയെ സംബന്ധിച്ച് തെക്കേ ഇന്ത്യയോട് അവഗണന, തെക്കേ ഇന്ത്യക്കാർക്ക് തമിഴ്നാടോട് അവഗണന, തമിഴ്നാടിന് കേരളത്തിൽ അവഗണന. അതാണ് അതിൻ്റെ ഷെയർ പോകുന്നത്. അപ്പോൾ മലബാറിനോടും വടക്ക് കേരളത്തോടും വളരെയധികം അവഗണനയുണ്ട് നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക്, പണ്ടുമുണ്ട്. അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ തലസ്ഥാനം മധ്യകേരളത്തിൽ മാറണം എന്ന് പറഞ്ഞ് സമരം നടത്തിയെങ്കിലും അത് ഒന്നുകൂടി ലഘൂകരിച്ച് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് അനക്സ് ആണ് മധ്യകേരളത്തിൽ വേണ്ടത്. തലസ്ഥാനം മാറ്റുക എന്ന് പറയുമ്പോൾ അത് പോളിസി മാറ്റർ ഉണ്ട്, അല്പം ഡിലേ വരും. അതാണ് ഔദ്യോഗികമായിട്ടല്ലെങ്കിലും ഒരു ഇല്ലീഗലായിട്ട് കിട്ടിയൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ ഒപ്പീനിയൻ. അപ്പോൾ മധ്യ കേരളത്തിലേക്ക് സെക്രട്ടറിൻ്റെ അനക്സ് വന്നാൽ അത് ഒരുപടി നേട്ടം പ്രത്യേകം മലബാർ ഏരിയക്ക് സംഭവിക്കും. അതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് മുഴുവൻ. അല്ല ഒരു ടെലിഫോൺ കണക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ട് കൊടുക്കുക, അതൊന്നല്ല നമ്മുടെ ലക്ഷ്യം. അതിനെക്കൂടെ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് ഈ മലബാർ മേഖല, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് +2 അഡ്മിഷൻ കിട്ടാത്തത്? തെക്കൻ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കുട്ടികളില്ലാതെ സ്കൂൾ അടച്ചു വരുന്നു. വടക്കൻ കേരളത്തിൽ കുട്ടികൾക്ക് പഠിക്കുന്ന അവസരമില്ല. ഇതൊക്കെ ഒരു അനീതിയാണ്, അന്യായമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഈ ക്രിസ്ത്യൻ ജനസംഖ്യ കുറഞ്ഞു വരുന്ന പരാതിയുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, ക്രിസ്ത്യൻ ജനസംഖ്യ ഇപ്പോൾ ലോക മുസ്ലിങ്ങളും ലോക ക്രിസ്ത്യാനികളും 3% വ്യത്യാസമുള്ളൂ. അതിൽ കൂടുതലൊക്കെ ഉണ്ടായതാണ്. അതായത് UK ഇന്നലെ പറഞ്ഞ ഭൂരിപക്ഷ രാജ്യമായ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായ UK മുസ്ലിങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ക്രിസ്ത്യൻ സമുദായത്തോട് ബഹുമാനിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും അവരുടെ വളർച്ചയിൽ അഭിമാനം കൊണ്ടും പറയാണ്. ഇവിടെ സാമ്പത്തിക ശേഷിയുള്ള മറ്റ് അവയവങ്ങൾക്ക് ശക്തിയുള്ള മുസ്ലിങ്ങളല്ലാത്ത സമുദായങ്ങൾ പലർക്കും ഈ ചിഹ്ന വീട്, തമിഴ്നാട്ടിലുള്ള ചിഹ്ന വീടുണ്ട്. പക്ഷെ മുസ്ലിങ്ങളിൽ ചിഹ്ന വീട് ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ചിഹ്ന വീടല്ല അത് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്ന ഭാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് അത് സന്താനം ഉണ്ടാകാൻ കുഴപ്പമില്ല. ഈ ചിഹ്ന വീട് ഉപയോഗിക്കുമ്പോൾ ആ സ്ത്രീയോട് കാണിക്കുന്ന എന്ത് വലിയ അനീതിയാണെന്നറിയോ? ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ അമ്മയാകുമ്പോഴാണ്. അവൾക്കൊരിക്കലും അമ്മയാകാൻ പറ്റില്ലല്ലോ, കാരണം ചിഹ്ന ഇല്ലീഗലല്ലേ. അതാണ് ഇത് കുറയുന്നത്. അപ്പോൾ അവരെച്ചാൽ ജീവിതം ആസ്വദിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലെ യുവാക്കൾ പലരും വിവാഹമേ വേണ്ട, നമുക്കിത് അടിച്ചു പൊളിച്ചു കിടക്കാം. അങ്ങനെ വന്ന വംശം ഉണ്ടാവുമോ? വംശം നൽകണേ. അപ്പോൾ അതിന് നമ്മൾ ആസ്വദിക്കപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇപ്പം നമ്മൾ ആലപ്പുഴയിലെ വേണ്ട LDF മന്ത്രി പറഞ്ഞല്ലേ, 2050 ആകുമ്പോഴേക്കും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്നു. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുമെന്നല്ല, സാമുദായിക അടിസ്ഥാനം എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളായിരിക്കുന്ന. അല്ല, മുസ്ലിം ഭൂരിപക്ഷമാണെങ്കിൽ 50% കൂടുതൽ വരണ്ടേ? അതൊന്നും വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോഴും 30% ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം. നിങ്ങളത് പ്രത്യേകം പറയണം. സമയമായി വിവാഹം കഴിക്കണം, സന്താനമാണ്, 2 കുട്ടികൾ മിനിമം വേണം. ഇതൊക്കെ ക്രിസ്ത്യൻ സമുദായം, ഹിന്ദു സമുദായം എല്ലാം ചെയ്യണം. കുറ്റം മുഴുവൻ ഒരു മുസ്ലിം സമുദായത്താണ്. ഞങ്ങൾ ഒരു സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് നോക്കിയപ്പോഴേ മുസ്ലിം സമുദായത്തിൽ 2 ഭാര്യമാരുള്ള ആൾ വളരെ കുറച്ചുള്ളൂ. അത് ചിഹ്ന വീടുകളുള്ളൂ. മറ്റ് സമുദായങ്ങളിൽ ചിഹ്ന വീടുകളായിട്ട് ആരോഗ്യവും മറ്റു ലിംഗശക്തിയുള്ളവർക്ക് എല്ലാം ഉണ്ട് ചിഹ്ന വീട്. ഒന്നിലധികം ചിഹ്ന വീടുകളുണ്ട്. മുസ്ലിം അത്രയില്ല. അപ്പോൾ 2 കുട്ടികൾക്കുള്ളൂ. ഇപ്പോൾ കുറ്റബോധം മലപ്പുറത്തൊക്കെ 2 കുട്ടികളൊന്നും ഉള്ളവർ വളരെ കുറച്ചുള്ള 2 കുട്ടികൾ കൂടുതലുള്ളൂ. എല്ലാം അതിൽ നിർത്തിയിരിക്കാം. കാരണം അവർ സ്വയം മനസ്സിലായി ഇതിൻ്റെ കുറ്റം മുഴുവൻ മുസ്ലിങ്ങൾക്ക് മലപ്പുറത്തുകാർക്കാണ്. അതുപോട്ടെ, ഞാൻ ആ കാര്യം ആമുഖമായിട്ട് പറയുന്നുള്ളൂ. പിന്നെ നിലമ്പൂർ ഇലക്ഷൻ, അതിൻ്റെ 78% ഇലക്ഷൻ ആയിട്ടുണ്ട്. അൻവർ പറയുന്നത് ഇന്നും ഇപ്പോഴും പുള്ളി പറഞ്ഞു, ഞാൻ നടന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പോകും, ഞാൻ ജയിക്കട്ടെ, എല്ലാവർക്കും പ്രതീക്ഷയല്ലേ.
23-ാം തീയതി അറിയാമല്ലോ. ഇവിടെ നമ്മൾ ബുദ്ധിയുള്ള അറബികളോടും മുസ്ലിങ്ങളോടും പിന്നെ ബുദ്ധിയില്ലാത്ത മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറയുന്നത് 2 വലിയ തെറ്റുകൾ അറബികൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന്, അമ്മാൻ രാജാവാണ് എൻ്റെ ഓർമ്മ, തെറ്റിട്ട് ക്ഷമിക്കണം. ഗോൾഡൻ മെർ എന്ന ഇസ്രായേലി ഒരു ഉദ്യോഗസ്ഥ വന്ന് അദ്ദേഹത്തെ പ്രത്യേകം കണ്ടതിൻ്റെ പേരിൽ ഒപ്പിട്ട് കൊടുത്തതിന് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ച് അങ്ങനെയാണ്. ഒരു ചെറിയ സുഖത്തിന് നിമിഷത്തിന് വേണ്ടിയാണ് ആ മനുഷ്യൻ അങ്ങനെ ചെയ്തത്. അതുപോലെ നമ്പർ 1 തെറ്റാണ്. രണ്ടാമത്തെ തെറ്റ്, അറബി രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം അറബി രാജ്യം, മുസ്ലിം ആവുന്ന നിലയിലത്തോളം അറബികളുണ്ടല്ലോ, എന്നാലും മുസ്ലിം അറബി രാജ്യങ്ങളിൽ പലരും അമേരിക്കയെ അവരുടെ സംരക്ഷകനായിട്ട്, അവരുടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് ചുമതലപ്പെടുത്തി. അത് അറബികൾ ചെയ്ത രണ്ടാമത്തെ തെറ്റാണ്. ഇതിന് 9 രാഷ്ട്രങ്ങളിൽ അമേരിക്കയാണ് അവർ രാജ്യരക്ഷാ വകുപ്പ് അല്ലെങ്കിൽ രാജ്യരക്ഷ കൈകാര്യം ചെയ്തത്. അവർ പറയുന്ന കാരണം ഇറാൻ ശത്രുവാണ്, നിങ്ങൾ ആക്രമിക്കും, സദ്ദാം ആക്രമിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ ഈ വിഡ്ഢികൾ, ഞാൻ ബുദ്ധിമാൻ പറഞ്ഞ വിഡ്ഢികൾ അവർ ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പം എന്തു പറ്റി? അവർ അമേരിക്ക തലയിരിക്കുന്ന അമേരിക്ക കഴുത്തിലാണ്, അത് കഴുത്തിരിക്കുന്ന കഷ്ടത്തിലാണ്. എല്ലാ സ്ഥലത്തും അവർക്ക് യുദ്ധസന്നാഹങ്ങളുണ്ട്. ഇതെവിടെ ചെന്ന് അവസാനിക്കും? പണ്ടൊരു കൊച്ചു തമാശ പറയില്ലേ, ഒരു കളിയിൽ തോറ്റൽ അമ്മ അച്ഛന് ഒരു ഉമ്മ കൊടുക്കും, പിന്നെ ജയിച്ചാൽ മറ്റേ അച്ഛന് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കും, രണ്ടും ഒന്നല്ലേ? അതുപോലെ ഈ ഇറാന് അമേരിക്കൻ കോളനിയെ അമേരിക്കൻ യുദ്ധ കേന്ദ്രത്തിലേക്ക് ബോംബിട്ടാലും നശിപ്പിച്ചാലും അവിടെ നശിച്ചു പോകുന്ന ആ രാജ്യങ്ങളല്ലേ? അമേരിക്കയാണോ? സൗദി അറേബ്യ, ഇറാഖ് പോലെ രാജ്യങ്ങളല്ലേ? അപ്പോൾ ഇതെല്ലാം അറബികൾ കാണിച്ച ഒരു മണ്ടത്തിലാണ്. ഇതിൻ്റെ മൂന്നാമതൊരു മണ്ടത്തം ചെയ്യുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ലോകം കണ്ട ഒരു മനുഷ്യ എന്ന നിലയിൽ, കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു മനുഷ്യ എന്ന നിലയിലും ആ ഗ്രൂപ്പിൽ പറയാണ്, നിങ്ങൾ ഒരു കാരണവശാലും മൂന്നാമതൊരു തെറ്റ് നിങ്ങൾ ചെയ്യരുത്. അത് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതെന്നറിയോ? ഈ സമയത്ത് വ്യക്തമായിട്ട് അറബികൾ കേൾക്കണം, അറബി രാജ്യങ്ങൾ കേൾക്കണം. ഈ സമയത്ത് ഇറാൻ ഇപ്പോൾ 100% ചെയ്തതുമില്ല, പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, പല കുറ്റങ്ങളും പോലെ പോരായിയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ നിമിഷം ഇറാനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, ഇത് ഭാഗികമായിട്ടല്ലെങ്കിൽ തിയറിറ്റിക്കലി നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രാക്ടിക്കലോട് വേണം, അതേ പറയാൻ കാരണം സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തോട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോടും സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ കുഴപ്പം വഞ്ചനയും ചതിവുമായിരിക്കും, മൂന്നാമത്തെ ചതിവായിരിക്കും. കാരണം അവർ പറഞ്ഞു വരുത്തും, ഇറാൻ അങ്ങനെ വളർന്നു വന്നാൽ നിങ്ങൾ ആക്രമിക്കും, നിങ്ങൾ കീഴ്പ്പെടുത്തും, അവർ ഷിയാക്കളാണ്, നിങ്ങൾക്ക് സുന്നികളല്ലേ. അങ്ങനെ അമേരിക്കയും ഇസ്രായേലും അവർ ലോബിയും ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കളവ് പറഞ്ഞ് നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്ത് നടക്കും. നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു കാര്യം, ഫൈസൽ രാജാവ് നിങ്ങൾക്കറിയാലോ, സൗദി അറേബ്യയിലെ ഫൈസൽ രാജാവിന് ആരാണ് വെടിവെച്ചു വന്നത്? അത് പെങ്ങളുടെ മകൻ അമേരിക്കയിൽ പഠിക്കാൻ പോയി, 3-4 വർഷം പഠിച്ചു, തിരിച്ചു വന്നപ്പോഴുള്ള ഒരു കിച്ചു കൊടുത്ത്. ആ ഫൈസൽ രാജാവ് ആണ് സൗദി അറേബ്യയുടെ, നമ്മുടെ ഇവിടുത്തെ ഗാന്ധി അല്ലെങ്കിൽ നെഹ്റു എന്ന് പറയും പോലെ സൗദി അറേബ്യയുടെ സൃഷ്ടാവ്. അദ്ദേഹത്തിന് ജീവിതം ആയുസെത്തി മരിക്കാൻ പറ്റില്ല, അപ്പോഴും മരുവിനെ കൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്ത് വെടിവെച്ച് കൊന്നു. അല്ലെങ്കിൽ ഇന്ന് സൗദി അറേബ്യ മറ്റൊരു ഇതിലായേനെ. അത് അമേരിക്കയുടെ പറഞ്ഞാൽ അവർ നിലനിൽപ്പിന് വേണ്ടി അവർ എന്തെല്ലാം ചെയ്യും, അതെല്ലാം ചെയ്യും. അത് ടെക്നിക്കലായാലും വേണ്ടില്ല, നോൺ ടെക്നിക്കൽ, ഏത് രീതിയിലായാലും വേണ്ടില്ല, സത്യമായാലും അസത്യമായാലും വേണ്ട ചെയ്തിരിക്കും. അവർക്ക് വിജയമാണ് ഒരു ലക്ഷ്യം, കാരണം ബിസിനസ് മൈൻഡാണ്. അല്ലെങ്കിൽ 100 കണക്കിന് ബോംബ് സൂക്ഷിച്ചു വയ്ക്കുന്ന അമേരിക്കൻ, ബ്രിട്ടൻ, ഫ്രാൻസും ഇസ്രായേലും ഇല്ലീഗലായിട്ട് ഇസ്രായേലും വെച്ചിട്ട് അവർ പറയാണ് നിങ്ങൾ ബോംബ് ഉണ്ടാക്കിയത് പറഞ്ഞാൽ അവിടെ എന്താണ് ലോജിക്ക്, അവിടെ എന്താണ് ന്യായം? അറബി രാഷ്ട്രങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ മനസ്സറിഞ്ഞ് പല സന്ദർഭങ്ങളും സഹായിച്ചിട്ടില്ല, ഇറാൻ ഇറാഖ് യുദ്ധം നടത്തി അതങ്ങനെ നശിപ്പിച്ചു, എന്താണ് കാരണം? ആരായതിൻ്റെ കാലിൽ? ഞാൻ പറഞ്ഞില്ല നിങ്ങളെടുത്ത്, ഒരു രാജ്യത്ത് ഒരു രാജാവ്, ഒരു മന്ത്രി, അത് ഒരു ഗുസ്തി വീരൻ, അയൽവക്ക രാജ്യത്തിൽ നിന്ന് 2 ഗുസ്തി വീരന്മാർ വന്ന് ഗുസ്തി പിടിക്കാൻ. അപ്പോൾ അവർ കണ്ടപ്പോൾ ഈ ഇവിടുത്തെ ഗുസ്തി വീരൻ പറഞ്ഞു, ഞാൻ മത്സരിക്കാനില്ല, ഞാൻ ജയിക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ബുദ്ധിമാനെ മന്ത്രി പറഞ്ഞു, നിങ്ങൾ മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കും, ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ മാറി നിൽക്ക്. ഈ വന്ന് 2 പേരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ വന്നത്?
അയാൾ ഗുസ്തി പിടിക്കാൻ വന്നതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരില്ലേ, രണ്ടുപേരിൽ ആരായിട്ട് ഞങ്ങൾ ഗുസ്തികരും പിടിക്കേണ്ടത്? അത് നിങ്ങൾ തമ്മിൽ പിടിച്ചിട്ട് ജയിക്കുന്ന ആളായിട്ട് നമ്മുടെ ഗുസ്തികരും വിളിക്കും, ഗുസ്തി പിടിക്കുമെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ പിടിച്ച് അവസാനം രണ്ടും തോറ്റ് അവശരായി ഗുസ്തി പിടിക്കാതെ പോയി. ഗുസ്തി പിടിക്കാതെ ഈ ഇവിടുത്തെ ഗുസ്തിക്കാരൻ ജയിക്കുകയും ചെയ്തു. അവിടെ എന്താണ് ടെക്നിക്ക്? പരസ്പരം അടിക്കുക. ഇത് ബ്രിട്ടീഷും അമേരിക്ക ഇന്നലെ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾ കൊണ്ടാണ്. ഇതിനെ ഇപ്പോൾ ഇവിടെ ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ സംഘപരിവാർ കാണിക്കുന്നത് തന്നെയാണ്. അത് ജീവിതത്തിലെങ്കിൽ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ വിജയത്തിൻ്റെ ഭാഗമാണ്, കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം യുദ്ധത്തിലും തെരഞ്ഞെടുപ്പിലും പ്രേമത്തിലും അവിടെ നീതി സത്യമൊന്നുമില്ല, അവിടെ ജയം മാത്രമുള്ളൂ. അതിവിടെ എന്തും ചെയ്യാം. അതൊന്നാണ് യുദ്ധം. ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ നടന്നതുപോലെ ആ നിലക്ക് ഇറാഖെ തെറ്റിച്ച് മറ്റു രാജ്യം തെറ്റിച്ച് എല്ലാം ചെയ്ത് ഇനി അറബികളോട് പറയാനുള്ള കാര്യം, ഇനി ലോകത്ത് അവശേഷിക്കുന്ന ഏക ശക്തി ഇറാനാണ്. എന്തിന്? ഇസ്രായേൽ എന്ന് പറഞ്ഞ നികൃഷ്ടത പറഞ്ഞാൽ പറയാൻ പാടില്ല. ആ യുദ്ധപ്രബോധിയന്മാർക്കോട് എതിർക്കാൻ ഇനി ലോകത്ത് ഏക അവശേഷിക്കുന്ന രാഷ്ട്രം ഇറാനാണ്. മറ്റു വല്ലതും എതിർത്തതുമില്ല, എതിർത്തെങ്കിലും അത് വിജയിച്ചില്ല, മറ്റു വല്ല എതിർക്കുന്നില്ല, സോപ്പിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗസയിൽ ഹമാസ് ഇസ്രായേലിൽ കയറിയത്? അവർ രണ്ട് പോയിട്ടുണ്ട്. പലസ്തീന എന്ന ഒരു നാട് അവർക്ക് ജീവിക്കാൻ അവസരം കൊടുക്കാതെ നാടിനെ ഇല്ലാതെയാക്കിയിട്ട് ആരും ലോകത്ത് മിണ്ടാതിരുന്ന് ഗസയിലെ ഹമാസൊക്കെ തോറ്റ് നിൽക്കുകയാണ്. അത് മാത്രമല്ല, അത് മുൻപാണ് നിങ്ങൾക്കറിയാം, ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ ശക്തമായൊരു ധാരണ, വലിയ വ്യാപാര ബന്ധങ്ങളും ബിസിനസ് ബന്ധങ്ങളും തുടങ്ങി. പലസ്തീന ചിന്തയെ ലോകത്ത് മാറിപ്പോയി. അപ്പോഴാണ് ബുദ്ധിയുടെ അംശം കുറച്ചുള്ള ഹമാസ് ഇസ്രായേലിൽ കയറിയത്. അവിടെ നമ്മുടെ സംശയം എന്താണ്? ഒരു ഈച്ച പോലും കടക്കാൻ അനുവദിക്കാൻ അനുവാദം കൊടുക്കാത്ത ഇസ്രായേലിലേക്ക് ഈ പാട്ട് വെച്ചുകൊണ്ട് ഇവർ അങ്ങോട്ട് കയറി 5-8 കിലോമീറ്റർ അകത്ത് കയറി 10,000 പേര് കൊന്ന് കുറേ പേര് കൊണ്ടുവരണമെങ്കിൽ അവരുടെ ഇന്നത്തെ ഈ മറ്റേ ഇതുണ്ടല്ലോ, ആ സെക്യൂരിറ്റി സമ്പ്രദായം, അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവർ തന്നെ ഓഫീസ് മുറി തുറന്നു കിടക്കായിരുന്നു. അങ്ങനെ ഇവർ കയറിയത്. അത് ചെയ്തു കൊടുത്തതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അത് ഇവർ അങ്ങോട്ട് കയറിയിട്ട് ആപ്പിലാക്കുന്ന പണിയല്ലേ. നമ്മൾ ഈ തീറ്റിട്ട് കൊടുത്ത് കിളികളൊക്കെ പിടിക്കും പോലെ തിന്ന് വരുമ്പോൾ അവർ നെറ്റ് വീഴും, വലക്കകത്താവും. അതുപോലെ ഫലസ്തീനെ അല്ലെങ്കിൽ ഹമാസിനെ കുടുക്കിപ്പെടുത്തല്ലായിരുന്നു. പക്ഷെ ഹമാസ് കാണിച്ചതിൽ ഒരു ബുദ്ധി ഉണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കൊച്ചു കുട്ടികൾ അവരുടെ ആയുധം എന്താണ്? കരച്ചിലാണ്. സ്ത്രീകളുടെ ആയുധം എന്താണ്? കണ്ണീരാണ്. കുട്ടികളുടെ ബലം എന്നുണ്ട് കരച്ചിലാണ്, സ്ത്രീകളുടെ ബലം എന്നുണ്ട് കണ്ണീരാണ്, പുരുഷന്റെ ബലം ആയുധമാണ്. അപ്പോൾ കുട്ടികൾ കരയും, ശാഠ്യം പിടിക്കും, കാലത്ത് സാധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ശാഠ്യം പിടിക്കാൻ ഹമാസ് ഇസ്രായേൽ കൂടി വാർത്ത വന്ന് ഇപ്പോൾ ചർച്ച പിടിക്കും. 3-4 വർഷമായിട്ട് അത് തന്നെയാണ് ഇപ്പോൾ ചർച്ച. അങ്ങനെ ആരാലും എല്ലാവരും മറന്നുപോയ, പ്രത്യേകിച്ച് അറബി രാഷ്ട്രങ്ങൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ 3 വർഷമായിട്ട് അത് ലൈവാണ് ലോകത്ത്. അതാണോ കയറിയത്? അത് ശരിയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അറബികളെ സംബന്ധിച്ച് ഈ സമയത്ത് ഇറാന് ആത്മാർത്ഥമായിട്ട് ടെക്നിക്കലും നോൺ ടെക്നിക്കലും, എന്ന് വെച്ചാൽ സാങ്കേതികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ നിലക്കും അവരുടെ കഴിവനുസരിച്ച് സഹായിക്കുന്ന ഒപ്പം തന്നെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും മറുവശത്തോടെ നിങ്ങൾ പറഞ്ഞു തീർക്കാൻ സംവിധാനം ഉണ്ടാക്കണം. അല്ല യുദ്ധം ചെയ്ത് ജയിക്കാനല്ലോ ഇതൊക്കെ സഹായിക്കണം. അതിനൊപ്പം തന്നെ അമേരിക്കയായിട്ടോ ഇസ്രായേലായിട്ടോ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളായിട്ടോ സംസാരിച്ച് ധാരണ എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അതാണ് നമുക്ക് അറബികളോട് പറയാനുള്ളത്. അതല്ലെങ്കിൽ വലിയ അപകടമാണ്. ഇത് തന്നെയുമല്ല, ഇപ്പം ഖുർആൻ പറഞ്ഞനുസരിച്ച്, പ്രവാചകൻ്റെ വചനനുസരിച്ച് ഈ നടക്കുന്ന യുദ്ധത്തിൽ ഇറാൻ ഉൾപ്പെടെയുള്ള അറബി രാജ്യങ്ങൾ ആദ്യത്തെ ഘട്ടത്തിൽ തോൽക്കുമെന്നാണ് പറയുന്നത്. എന്തൊക്കെ സന്നദ്ധാർക്ക് ചെയ്താലും അവർ തോൽക്കുന്നതാണ്. ഇന്ന് മൗലവിമാർ, എനിക്ക് വലിയ അറിവൊന്നുമില്ല പരിപാടി, ഞാൻ ചെറിയ അറിവുള്ളൂ. മൗലവിമാർ പറയുന്നത് നിങ്ങൾ പ്രസംഗം കേട്ടില്ല ഖുർആൻ ഉദ്ദേശിച്ചുകൊണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു വശം. അത് തെറ്റാവുന്നു നമ്മൾ പറയാൻ പറ്റില്ല. കാരണം ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ, ഭാവി പറഞ്ഞിട്ട കാര്യങ്ങളൊന്നും അങ്ങനെയല്ല എന്ന് പറയാനുള്ള മണ്ടത്തിലൊന്നും എനിക്കില്ല.
ഞാനത് പറയുന്നില്ല. പക്ഷെ അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെ സഹായിച്ചാൽ ഒരുപക്ഷെ ഇറാനോ അല്ലെങ്കിൽ അറബി രാജ്യങ്ങൾ തോറ്റുപോകാം. അത് കഴിഞ്ഞ് പിന്നീടാണ് മഹദി ഇമാം വരുന്നവരെയൊക്കെ പറയുന്നത്. അത് തത്വമാണ്, അവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രാക്ടിക്കൽ നോക്കാം. പ്രാക്ടിക്കൽ ഇപ്പോൾ അറബികൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇറാനെ എല്ലാ നിലക്കും സഹായിക്കുന്നതോടൊപ്പം തന്നെ വീണ്ടും ഞങ്ങൾ മൊയ്തീൻ ഷാ പറയണം, മൊയ്തീൻ ഷാ രാഷ്ട്രീയക്കാരാണ്, അതുകൊണ്ട് അതനുസരിച്ച് ദേശീയ വീക്ഷണം വേണം, ഇൻ്റർനാഷണൽ ചിന്താഗതി വേണം, അതിലൊന്നും സംശയമില്ല പറയണത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രശ്നം ഒഴിവാക്കാൻ നോക്കണം. കാരണം ആര് മരിച്ചാലും ഞങ്ങളെ സംബന്ധിച്ച് അത് ദുഃഖം തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥ നിങ്ങൾക്കറിയാം. അദ്ദേഹം ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് കമഴ്ത്തി വയ്ക്കുന്നതാണ്. നിങ്ങൾ കേട്ടിട്ട് ഞാൻ പറയാണ്, പലരും കഴുകി വെച്ച് ഗ്ലാസ് കമഴ്ത്തി വയ്ക്കും, മറ്റഴുക്കാരായി. ഇത് കഴുകാത്ത ഗ്ലാസ് ചായ കുടിച്ചിരിക്കുക കമഴ്ത്തി വയ്ക്കും. അപ്പം പുള്ളി പറഞ്ഞ പോയിന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, ആ ചായ കുടിച്ച് അതിന് മട്ടിയും അല്ലെങ്കിൽ എന്തൊക്കെയാലും കുറച്ച് അവശേഷിക്കും. ചിരട്ടിയിൽ വെള്ളം ഉറുമ്പിന് സമുദ്രമാണ് സൗത്തെ. നമുക്ക് തട്ട് കിട്ടിയ ചിരട്ടയിൽ പോയി സമുദ്രം പോയില്ലേ? ഉറുമ്പിനെ സംബന്ധിച്ച് സമുദ്രമാണ് ചിരട്ടയിൽ വെള്ളം. അതുപോലെ ഒരു ഉറുമ്പിനെ ചാവൻ ആ വെള്ളം, ആ തുള്ളി വെള്ളം മതി. അതുകൊണ്ടാണ് കമഴ്ത്തി വെച്ചവർ. അതുപോലെ ഒരു ഉറുമ്പിനെ പോലും ആക്രമിക്കുന്നതോ അപകടപ്പെടുന്നതോ ബുദ്ധിമുട്ട് നമ്മൾ ഇഷ്ടമല്ല. ഇത് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ റോസാ ചെടിയിൽ നിന്നൊരു പൂ നുള്ളുമ്പോൾ ആത്മാവ് വേദനിക്കുമെന്ന് ചിന്തിക്കുന്ന അതേ പോളിസിയാണ് മൊയ്തീൻ ഷായും ഗ്രൂപ്പും. അതിന് ഞങ്ങൾ യോഗത്തിലൊന്നും അധികം പോലീസിന് വരില്ല, 2-3 പേരേ ഉള്ളൂ. മറ്റുള്ളവർക്ക് 100 ആൾ പങ്കെടുക്കുക 200 പോലീസിനാവും. കാരണം അവർ തീവ്രമായി ചിന്തിക്കും, അല്ലെങ്കിൽ പ്രശ്നക്കാരാണ്. ഞങ്ങൾ മൊയ്തീൻ ഷാ നയിക്കുന്ന പ്രസ്ഥാനം പ്രശ്നക്കാരിലെന്ന് ഇവിടുത്തെ ഔദ്യോഗികമായിട്ട് തന്നെ പോലീസ് ഇപ്പോൾ അറിയാം. എൻ്റെ ലിസ്റ്റൊക്കെ അവിടെ ഉണ്ടല്ലോ, അവർക്കറിയാം. നമ്മൾ പറഞ്ഞു ഒരിക്കലും നമ്മളൊരു പ്രശ്നത്തിലോ മറ്റൊരാൾ ആക്രമിക്കാൻ നമ്മൾ ഒരു സാഹചര്യം അറ്റ് എനി കോസ്റ്റ് അറ്റ് എനി ടൈം എനിവെയർ നമ്മൾ ചെയ്യില്ല. കാരണം നമ്മുടെ മനഃശാസ്ത്രം, നമ്മുടെ ആദർശം അതല്ല. ഗാന്ധി പറഞ്ഞ അതേ ആദർശമാണ്. അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പം ആ നിലക്ക് ഒരു ഉറുമ്പിനെ പോലും കൊല്ലുന്നോ അല്ലെങ്കിൽ നശിച്ചു പോകുന്നോ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇറാനായാലും ഇസ്രായേലായാലും നിരപരാധികളായാലും നിരപരാധികളല്ലാത്തവരും കൊല്ലുന്നതിലോ കൊലപ്പെടുത്തലോ നമുക്ക് യാതൊരു സന്തോഷമല്ല, നമുക്ക് യാതൊരു ആഘോഷമല്ല. പക്ഷേ അതാണ് സത്യം. പക്ഷേ ഇതെല്ലാ കാര്യവും മനസ്സിലാക്കണ്ടേ. അതായത് ഇന്നിപ്പോൾ ഇറാൻ കൊണ്ടുപോയി ഇസ്രായേലിൽ 2 പ്രധാനപ്പെട്ട ആശുപത്രി തകർത്തു. ഉടനെ നെതന്യാഹു പറഞ്ഞു അത് യുദ്ധവിരുദ്ധമാണ്, യുദ്ധ തിയറിക്ക് വിരുദ്ധമാണ്. സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ ഗസയിൽ എത്രയോ ആശുപത്രി, എത്രയോ മരുന്നുശാലകൾ, അല്ലെങ്കിൽ എത്ര പൊതുസ്ഥാപനങ്ങൾ ബോംബിട്ട് തകർത്തു. അതെന്താണ് നെതന്യാഹു മനസ്സിലാക്കാത്തത്? തന്നെയുമല്ല, ഏറ്റവും വലിയ അപകടം എന്ന് വെച്ചാൽ പട്ടിണി കിടക്കുന്ന, ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന കുഞ്ഞു മക്കളുൾപ്പെടെ ഭക്ഷണം കഴിക്കാൻ ക്യൂവിൽ നിന്ന് നിൽക്കുമ്പോൾ അവിടെ കൊണ്ട് ഈ ബോംബിട്ട് കൊല്ലുമ്പോൾ നിങ്ങൾ മനുഷ്യയാണോ മൃഗമാണോ? എനിക്കിവിടുത്തെ ക്രിസ്ത്യൻകളോടും സംഘികളോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇസ്രായേലിനെ പുകഴ്ത്തി പറയുന്നു, ഓക്കെ, അത് നിങ്ങൾക്ക് അവകാശമാണ്, ഞാൻ കുറ്റമില്ല. പക്ഷെ ഇത് മനുഷ്യർ നിങ്ങളൊക്കെ, അതായത് യുദ്ധം ചെയ്യട്ടെ, അത് യുദ്ധം ചെയ്യുമ്പോൾ 2 പേരും പരസ്പരം തല്ലുമ്പോൾ ചാവും അല്ലെങ്കിൽ കൊല്ലുകയാണ്. ഭക്ഷണം കിട്ടാതെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഓടി ഭക്ഷണം വിൽക്കുന്ന സ്ഥലത്തേക്ക്, കൊടുക്കുന്ന സ്ഥലത്തേക്ക് ക്യൂ നിൽക്കുമ്പോൾ അവർ വന്ന് ആക്രമിക്കുമ്പോൾ, ബോംബിടുകയാണ്, തല്ലല്ല. അത് ന്യായമാണോ? ക്രിസ്ത്യൻകോടും സംഘിയോടും ചോദിക്കുകയാണ്, കാസിയോടും ചോദിക്കുകയാണ്. അതെന്താ നിങ്ങൾ കാണാതെ പോകുന്നത്? നമ്മൾ എല്ലാ വശവും കാണണ്ടേ? നീതി വേണ്ടേ? കുഞ്ഞുമകളെ കൊല്ലുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ യുദ്ധം ചെയ്തോ, യുദ്ധം ചെയ്ത് പിന്നെ ഹമാസ് യുദ്ധമാണെങ്കിൽ ശത്രുവാണെങ്കിൽ നിങ്ങൾ കൊന്നോ, അതൊക്കെ വേറെ കാര്യം. യുദ്ധം ചെയ്യുമ്പോൾ ഇതിലെന്ത് നീതിയാണ്? 10,000 കുഞ്ഞുമക്കൾ, 10,000 സ്ത്രീകൾ, വികലാംഗർ, ആരോഗ്യമില്ലാത്ത പ്രായമുള്ളവരൊക്കെ കരുതി കുട്ടി കൊല്ലാൻ വേണ്ടി മാത്രം മരിക്കുമെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ട് ചെയ്യുമ്പോൾ അത് ന്യായമാണോ? അത് നീതിയാണോ? അവിടെയാണ് ഞങ്ങൾക്ക് ചോദ്യം. അതുപോലെ 100 ബോംബുണ്ടാക്കി വച്ചിരിക്കുന്ന ഈ രാഷ്ട്രങ്ങളിൽ പറയാണ് നിങ്ങൾ ബോംബുണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ അത് ലോജിക്കാണോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാഞ്ഞപറ്റത്തെ പരീത പുലിയ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ പരമഹംസെന്ന് പറയുന്നുണ്ട് ഓരോരുത്തർ. അതായത് അവിടെ ഒരു അമ്മയും മോനും വന്നു. എന്നിട്ട് ഗുരുവിനോട് പറഞ്ഞ്, ഗുരു, എൻ്റെ മകൻ കൂടുതൽ മധുരം ചക്കരക്കഞ്ഞാണ് കാഞ്ഞപറ്റത്തെ പ്രധാന ഒരു
വഴിപാട്. അത് അവിടുത്തെ ഈഴവന്മാരാണ് ചെയ്യുന്നത്, ജോമാരാണ് ചെയ്യുന്നത്, മുസ്ലിങ്ങളും ഇല്ല. അവർ നേർച്ചകൾ അത് ഇഷ്ടപ്പെടുന്നു. അത് കൂടുതൽ പറയണമെന്ന് പറഞ്ഞു. പറയണമെന്ന് പറഞ്ഞപ്പോൾ ആ പുരോഹിതൻ കാഞ്ഞപറ്റത്ത് പരിതൗലിയാന്ന് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞ മകനെ മധുരം കഴിക്കും നല്ലതല്ലാന്ന്. അങ്ങനെ അമ്മയും മകൻ തിരിച്ചു പോയി. ഇത് രണ്ടും കണ്ട ഒരു ശിഷ്യൻ ചോദിച്ചു, എന്താ ഗുരു അങ്ങനെ പറഞ്ഞു? അത് മറ്റൊന്നുമില്ല, അമ്മയും കുഞ്ഞും വരുമ്പോഴേ ഞാൻ മധുരം കൂടുതൽ കഴിക്കുന്നതാണ്. അതാണല്ലോ ചക്കരക്കഞ്ഞോടെ വന്നത്. അത് ഞാൻ ക്രമേണ കുറച്ച് പാകത്തിലാക്കി എന്നിട്ടാണ് പറഞ്ഞത്. അപ്പം നമ്മൾ മാതൃകയാണ് എങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഫലിക്കും, അല്ലെങ്കിൽ ഫലിക്കില്ല. ആ ഒരു നമ്മുടെ പ്രതിജ്ഞ നമ്മുടെ തന്നെ അത് വിജയിക്കില്ല, സക്സസ് ആകില്ല. അതുപോലെയാണ് ഇസ്രായേലോ അമേരിക്കയോ അവരുടെ കയ്യിൽ ബോംബില്ലെങ്കിൽ അവർ ഇറാൻ ബോംബ് ഉണ്ടാക്കി ശ്രമിക്കാതെ തികച്ചും അത് എതിർക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷെ അവർ ബോംബുണ്ടാക്കി വച്ചുകൊണ്ടിരിക്കാൽ ഇറാൻ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല എന്നുകൊണ്ട് പറയാൻ മാത്രമല്ല, അതിനെ ഇല്ലീഗലായിട്ട് ആക്രമിക്കുമ്പോൾ അത് നീതിയോ ശരിയോ എന്ന് ഈ ക്രിസ്തങ്കിയും കാസയും പിന്നെ സംഖ്യകളും പറയണം. മറ്റൊന്ന്, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാലോ, ഇറാഖിൽ അമേരിക്ക കയറി ആക്രമിച്ചു. 10 ലക്ഷത്തോളം പട്ടാൾക്കാർ ഉൾപ്പെടെ ജനങ്ങൾ കൊന്നു. ലിബിയയിൽ കൊന്നു, മറ്റു പല സിറിയയിൽ, ഈജിപ്തിൽ, പല സ്ഥലത്ത് കൊടുത്തു. അന്ന് അവർ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മരിച്ചു പോയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും ബുദ്ധിയുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയാലോ എന്താണ് പറഞ്ഞത്? ജനകൂടികളെ കൊല്ലാൻ പറ്റിയ രാസായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നുള്ള. അപ്പോൾ രാസായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇസ്രായേൽ അമേരിക്കയുടെ കീഴിൽ പട്ടാളം വരുമെന്ന് പറഞ്ഞപ്പോഴല്ലോ അമേരിക്കയിൽ നിന്ന് ഒരു സെറ്റ് ആയിരക്കണക്കിന് ആൾക്കാർ വന്നു. എന്താണ്? ഞങ്ങളുടെ ശവം ചവിട്ടി മെതിച്ചിട്ട് ഇനി സദ്ദാമിൻ്റെ ആൾക്കാരെയും ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ വന്ന്. അവരാരായിരുന്നു? വാസ്തവത്തിൽ അമേരിക്കയുടെ ചാരന്മാരായിരുന്നു. അവരിവിടെ വന്ന് താമസിച്ച് എല്ലാ രഹസ്യം മനസ്സിലാക്കി അപ്പപ്പോൾ കൊടുത്ത് ആണ് അമേരിക്കയ്ക്ക് കത്ത് എളുപ്പത്തിൽ കിട്ടിയത്. അങ്ങനെ 10 ലക്ഷം പേരെ കൊന്ന് ആ രാജ്യം നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് അവസ്ഥ. ഞാൻ ഇന്നലെ പറഞ്ഞു, ബ്രിട്ടൻ്റെ ഒരു യുദ്ധ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് കിടക്കണം 4 ദിവസമായി. അത് നമ്മുടെ അതിർത്തി രക്ഷാസേന അല്ലെങ്കിൽ കടൽ രക്ഷാസേന നമ്മൾ അവിടെ സംരക്ഷണം കൊടുത്തിരിക്കുകയാണ്. എന്തായിരിക്കാം അത്? ഇറാഖ് യുദ്ധം നടക്കുന്നു, ഇത് വന്ന് കിടക്കുന്നു, അങ്ങനെ അറ്റകുറ്റപ്പണി വന്നു, വിമാനമൊന്നുമല്ല, പെട്രോൾ തീർന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ സ്കൂളിൽ സ്കൂട്ട് ഓടിക്കുക വണ്ടിയാണോ? അറിയില്ലേ? അപ്പോൾ അതൊന്നുമല്ല, അതിൻ്റെ പുറകിൽ പല കളികളുണ്ടെന്നാണ് ഇപ്പോൾ സംശയം പറയുന്നത്. ഇപ്പോഴത്തെ ആരും അന്തിച്ചാർച്ച ചെയ്യാത്ത പോലെ ഇപ്പോൾ ഒരു ചാനൽ ഇന്ന് അതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. ബാക്കി ചാനൽ എവിടെ പോയി? അല്ലെങ്കിൽ ഓടി വരുമല്ലോ വിവരങ്ങൾ. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് ഈ ചാനലുകാർ ഒന്നും ഒരു അന്തിച്ചർച്ചയോ അല്ലെങ്കിൽ ചർച്ചയോ ഒരാൾ പോയിട്ടില്ലല്ലോ. ഇന്നലെ ഞാൻ വണ്ടി ഓടിച്ചു വരുമ്പോൾ നമ്മുടെ എറണാകുളത്ത് പോയ ടൗൺ ഹാളിൻ്റെ ഓപ്പോസിറ്റ് പരമാര അമ്പലത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ കയറി തൊട്ട് പാലാണ്. ഒരു ലോഡ് ഈ ഗ്യാസ് ലോറി കിടക്കുന്നു. ഒന്നും സംഭവിക്കില്ലായിരിക്കും. അപ്പോൾ ഞാൻ മാധ്യമ റിപ്പോർട്ടറെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്, നാളെയാണെങ്കിൽ നിലമ്പൂർ ഇലക്ഷൻ നടക്കുകയാണ്, ദുരുദ്ദേശമല്ലോട് അറിയില്ല, ഒരു സംശയം മാത്രമേ കിട്ടുമെന്ന് പറഞ്ഞു. ഒന്നും പിന്നെ സംഭവിച്ച് കണ്ടില്ല. കാരണം ഒരു ലോഡ് നിറച്ച് അമ്പലത്തെ മുമ്പിൽ നിൽക്കുന്നു, വണ്ടിയാണെങ്കിൽ കയറ്റി നിൽക്കുകയാണ്. അവിടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടല്ലാതെ മറ്റ് ഊട് വെച്ച് കാണുന്നില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ തീർന്നല്ലേ? അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. സത്യം എന്തായിരിക്കും? വാർത്ത എന്തായിരിക്കും? നിലമ്പൂർ ഇലക്ഷൻ നടക്കും, ഒരുത്തം പോലെ ഒന്നും സംഭവിച്ചറിയുന്നില്ല. അപ്പോൾ സംശയം നമുക്ക് എവിടെയും വരെ അറിയുന്ന സംശയം നമ്മൾ സർക്കാരിനെ അല്ലെങ്കിൽ പത്രക്കാരെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ ഒന്നന്വേഷിക്കണ്ടേ എന്താണ് എൻ്റെ പുറകിലുള്ള അവസ്ഥ? ആരാണ് അതിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ഏത് രാജ്യത്ത് മുങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്താണ് അറിയുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ശക്തമായിട്ട് അന്വേഷിക്കണം. തന്നെയുമല്ല, പ്രസിഡന്റ് മോഡിജിയോടൊക്കെ നമുക്ക് പറയാനുള്ളത്, കേന്ദ്ര ഗവൺമെൻറ് പറയാനുള്ളത്, നിങ്ങൾ ധരിക്കുമ്പോൾ ഈ അമേരിക്ക 100% വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ പാകിസ്ഥാനിലെ സൈനിക മേധാവിയെ ട്രംപ് ഒറ്റക്ക് കണ്ട് സത്യം നടത്തിയിരിക്കുകയാണ്. കാരണം ട്രംപിൻ്റെ ഉദ്ദേശം എന്താണ്? നല്ല ഉദ്ദേശമായിരിക്കില്ലല്ലോ. അതിനർത്ഥം അണുബോംബുള്ള പാകിസ്ഥാൻ ഇറാനെ സഹായിക്കുമെന്ന് ഇറാൻ പറഞ്ഞു.
അത് അങ്ങനെ സഹായിക്കില്ലെന്ന് പാകിസ്ഥാൻ്റെ അധികാരി പറഞ്ഞു. അപ്പോൾ അവർ കയ്യിലെടുക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് ബായ് ബായ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഒറ്റക്ക് കൊണ്ട് ഈ എല്ലാ പ്രോട്ടോക്കോളും തെറ്റിച്ച് സ്വീകരണം കൊടുത്തൊക്കെ. ഇതൊക്കെ ഇന്ത്യ ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് അന്ധമായൊരു സപ്പോർട്ട് ഇതേവരെ ഒരിക്കലും അമേരിക്ക തന്നിട്ടില്ല. നമുക്ക് ഇന്ദിരാഗാന്ധി കാലത്ത് എന്ത് സഹായം ചെയ്തത് റഷ്യയാണ്. അത് മോഡിജി അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴത്തെ ഭരണകക്ഷി മനസ്സിലാക്കണം. അന്ധമായി നമ്മൾ അമേരിക്കയെ അനുകൂലിച്ചിട്ട് കാര്യമില്ല. അവർ 100% ആത്മാർത്ഥമായിട്ട് ഒരു സമയത്തും ഇന്ത്യയെ അവർ സഹായിച്ചിട്ടില്ല. 2-3 കാര്യങ്ങളുണ്ട്, അടിസ്ഥാനമുണ്ട്. കാരണം 200 വർഷക്കാലം ബ്രിട്ടൻ ഇവിടുന്ന് ഭരിച്ച് എല്ലാം കൊണ്ട് നശിപ്പിച്ചാണ്. ബ്രിട്ടൻ അമേരിക്കയുടെ ഒരു കൈയാണെന്നറിയാമല്ലോ. അതുകൊണ്ട് അവർക്കൊക്കെ ആ ചൊരുക്ക് ഇപ്പോൾ ഇല്ലായിരിക്കില്ല എന്ന് വിചാരിച്ച് അമേരിക്ക എതിർക്കൂടെ നമ്മൾ പറയുന്നില്ല. കാരണം അമേരിക്ക ലോകത്ത് ആവശ്യമാണ്. അമേരിക്ക റഷ്യക്ക് തെറ്റൊന്നുമില്ല. ഇതിൽ ഒരു കാര്യം പറയാം. അപ്പോൾ അറബികളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ഇറാനെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ വശത്തിലും നിങ്ങൾ സഹായിക്കുന്നതൊപ്പം തന്നെ എന്തെങ്കിലും പറഞ്ഞു തീർക്കാനുള്ള സംവിധാനം ആ ചർച്ച വിട്ടുകളയും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞ് നാടിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് വിനീതമായി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിൽക്കൂരായി. നന്ദി. ജയ് ഹിന്ദ്.